നമ്മുടെ പ്രപഞ്ചത്തെ ഒരു വലിയ ചിത്രമായി സങ്കല്പിക്കുക. ഈ ചിത്രം എത്ര വലുതോ ചെറുതോ ഒക്കെ തന്നെ ആയിട്ട് തോന്നിയാലും നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഉള്ള പിക്സലുകൾ പോലെ ചെറുതും കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള കുത്തുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ചിത്രത്തിലേക്ക് സൂം ചെയ്തു നോക്കുക. കൂടുതൽ അടുത്തേക്ക് ഏറ്റവും ചെറിയ കുത്ത് കാണുന്നത് വരെ സൂം ചെയ്യുക. അതിൽ ഏറ്റവും ചെറിയ കുത്തിന് താഴേക്ക് നമ്മൾ സൂം ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു പരിധിയുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലം, സമയം, അളവ് എന്നിവയുടെ ആശയം തന്നെ തകരുന്ന ഒരു പോയിന്റ്. സാധ്യമായ ഏറ്റവും ചെറിയ ഈ അളവിനെയാണ് പ്ലാങ്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ചെറുതാണ്, വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര ചെറുതാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികകൾക്ക് പോലും അതിനകത്ത് ഒതുങ്ങാൻ കഴിയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു പരിധി നിലനിൽക്കുന്നത്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എന്ത് രഹസ്യങ്ങളാണ് ഇത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? സയൻസ് ഫിക്ഷൻ കഥകളേക്കാൾ വിചിത്രമായ ഈ രഹസ്യം കണ്ടെത്താനായി നമുക്കൊരു ചെറിയ യാത്ര ചെയ്യാം. പ്ലാങ്ക് ലെങ്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ അളക്കുന്നത് എന്ന് നമുക്ക് ആദ്യം സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ചുറ്റുപാടുമുള്ള ലോകത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. റൂളറുകൾ, അളക്കുന്ന ടേപ്പുകൾ, മൈക്രോസ്കോപ്പുകൾ, ടെലിസ്കോപ്പുകൾ. ഒരു റൂളർ ഉപയോഗിച്ച് നിങ്ങളുടെ ഉയരം അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ നീളം അളക്കാൻ സാധിക്കും. ഒരു മൈക്രോസ്കോപ്പിന് സൂം ഇൻ ചെയ്ത് ബാക്ടീരിയകളെ വരെ കാണാൻ കഴിയും. അവ ഒരു മുടിയുടെ വീതിയേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ചെറുതാണെന്ന് നമുക്കറിയാം. എന്നാൽ നിങ്ങൾ വീണ്ടും സൂം ചെയ്യുമ്പോൾ ആറ്റങ്ങൾക്കുള്ളിൽ കാണാൻ ശാസ്ത്രജ്ഞർ സൂപ്പർ പവർഫുൾ ഉപകരണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ആറ്റങ്ങൾ വളരെ ചെറുതാണ്. ഒരു സൂചിയുടെ അറ്റത്ത് ദശലക്ഷക്കണക്കിന് ആറ്റങ്ങൾ ഒതുങ്ങും. എന്നാൽ ആറ്റങ്ങൾക്ക് പോലും കഥയുടെ അവസാനം പറയാൻ കഴിയില്ല. അവയ്ക്കുള്ളിൽ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ തുടങ്ങിയ ചെറിയ കണങ്ങളുണ്ട്. നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ക്വാർക്കുകൾ എന്ന് വിളിക്കുന്ന വീണ്ടും ചെറിയ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും വീണ്ടും വീണ്ടും ചെറുതായിട്ട് പോകുന്നതായി കാണാൻ കഴിയും. ഇതിനൊരു അവസാനമില്ലേ? നമുക്ക് സൂം ചെയ്തുകൊണ്ടേയിരിക്കാൻ ഇങ്ങനെ പറ്റുമോ? ഇതാണ് ശാസ്ത്രജ്ഞർ നൂറ്റാണ്ടുകളായി ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം. ഒരു പരിധി ഉണ്ടാകില്ലെന്ന് അവർ കരുതി. എന്നാൽ സൂം ചെയ്ത് ഒരു പരിധി എത്തുമ്പോൾ സ്ഥലം എന്ന ആശയം തന്നെ ഇല്ലാതാകുന്നു. അഥവാ സ്പേസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് മനസ്സിലായി. ഇവിടെയാണ് പ്ലാങ്ക് ലെങ്ത് കടന്നു വരുന്നത്. ഇത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു ദൂരമാണ് അല്ലെങ്കിൽ അളവാണ്. പ്രപഞ്ചത്തിൽ ഇതിൽ ചെറുതായി മറ്റൊന്നുമില്ല. ഒരു പസിലിൻ്റെ ഏറ്റവും ചെറിയ കഷ്ണം കണ്ടെത്തുന്നത് പോലെയാണിത്. അതിനെ വീണ്ടും ചെറുതാക്കാൻ കഴിയില്ല, അത്ര ചെറിയ കഷ്ണമാണ്. മാക്സ് പ്ലാങ്ക് എന്ന വളരെ ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് പ്ലാങ്ക് ലെങ്തിന് നൽകിയിരിക്കുന്നത്. 1900കളുടെ തുടക്കത്തിൽ ഒരു ശാസ്ത്രജ്ഞനായിരിക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർ പ്രകാശത്തെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രകാശം എന്നത് നമ്മൾ ദിവസവും കാണുന്ന ഒന്നാണ്. നിങ്ങളുടെ ചർമ്മത്തെ ചൂടാക്കുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയെ പ്രകാശമാനമാക്കുന്ന ബൾബും പോലെ പ്രകാശം വളരെയധികം ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്ന ചെറിയ കണങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. ഈ ഫോട്ടോണുകൾ വളരെ വിചിത്രമാണ്. കാരണം അവ സാധാരണ വസ്തുക്കളെ പോലെ അല്ല പെരുമാറുന്നത്. ചില സമയങ്ങളിൽ അവ ചെറിയ കണികകളെ പോലെ പ്രവർത്തിക്കാറുണ്ട്. മറ്റു ചില സമയങ്ങളിൽ തരംഗങ്ങളെപ്പോലെ ബഹിരാകാശത്ത് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇത് അക്കാലത്തെ ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ രഹസ്യം അറിയാനുള്ള മാർഗമായിട്ട് തോന്നി. മാക്സ് പ്ലാങ്ക് ഈ രഹസ്യത്തെക്കുറിച്ച് പഠിച്ച ആദ്യത്തെ ആളുകളിൽ ഒരാളാണ്. ഊർജം വെള്ളത്തുള്ളികൾ പോലെയാണെന്നും അവ ചെറുതും കാണാൻ സാധിക്കാത്തതുമായ പാക്കറ്റുകളായിട്ടാണ് വരുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഈ പാക്കറ്റുകളെ ക്വാണ്ട എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ക്വാണ്ടം മെക്കാനിക്സ് എന്ന പുതിയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായി മാറി. ഈ ഊർജ്ജ പാക്കറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കാൻ പ്ലാങ്ക് ഒരു പ്രത്യേക സംഖ്യ അവതരിപ്പിച്ചു. അതിനെ ഇപ്പോൾ പ്ലാങ്കിൻ്റെ സ്ഥിരാങ്കം അഥവാ എച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. വളരെ ചെറിയ തോതിലുള്ള ഊർജ്ജത്തെയും കണികകളെയും കുറിച്ച് കണക്ക് കൂട്ടാൻ ശാസ്ത്രജ്ഞർ നിരന്തരം ഈ ഒരു സംഖ്യ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാങ്കിൻ്റെ ഈ സ്ഥിരാങ്കം ഏറ്റവും ചെറിയ അളവായിട്ടുള്ള പ്ലാങ്ക് ലെങ്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പ്ലാങ്ക് ലെങ്ത് എത്ര ചെറുതാണ്? നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ റൂളർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ റൂളറിന് സെൻറ്റിമീറ്ററുകളും മില്ലിമീറ്ററുകളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. ഇനി റൂളറിൻ്റെ അടയാളങ്ങൾ ചുരുക്കി ഒരു മനുഷ്യൻ്റെ മുടിയുടെ വീതിയേക്കാൾ ചെറുതായി, ബാക്ടീരിയയേക്കാൾ ചെറുതായി, ഒരു ആറ്റത്തിനേക്കാൾ ചെറുതായി അളക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമെന്ന് സങ്കല്പിക്കുക. റൂളർ വീണ്ടും ചുരുക്കി കൊണ്ടുവരിക. അതിലെ അടയാളങ്ങൾ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. അവസാനം നിങ്ങൾക്ക് പ്ലാങ്ക് ലെങ്തിൽ എത്താൻ കഴിയും. അത് ഏകദേശം 1.66 × 10⁻⁻35 മീറ്ററാണ്. അതായത് ദശാംശത്തിന് ശേഷം 34 പൂജ്യവും അതിനുശേഷം 1616
ഇത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര ചെറുതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ മുടിയുടെ വീതിയേക്കാൾ ട്രില്യൺ മടങ്ങ് ചെറുതാണ് പ്ലാങ്ക് ലെങ്ത്. എന്തുകൊണ്ടാണ് പ്ലാങ്ക് ലെങ്ത് ഇത്രയും പ്രാധാന്യമുള്ളതാകുന്നത്? ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. സാധാരണയായി സ്ഥലം എന്നത് ഒരു കടലാസ് അല്ലെങ്കിൽ ശാന്തമായ ഒരു തടാകം പോലെ തുടർച്ചയായതും മിനുസമായതുമാണ് എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ പ്ലാങ്ക് ലെങ്തിൻ്റെ അളവിൽ സ്ഥലമൊട്ടും മിനുസമുള്ളതല്ല. ഒരു ഫോട്ടോയിൽ സൂം ചെയ്യുമ്പോൾ അതിലെ ഓരോ പിക്സലുകളും കാണുന്നത് പോലെ സ്ഥലത്തേക്ക് സൂം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പിക്സലായ പ്ലാങ്ക് ലെങ്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകുന്നു. പ്ലാങ്ക് ലെങ്തിൽ നമുക്കറിയാവുന്ന ഭൗതികശാസ്ത്ര നിയമങ്ങൾ പ്രവർത്തിക്കാതെയാകും. പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന 2 വലിയ സിദ്ധാന്തങ്ങൾ ശാസ്ത്രജ്ഞരുടെ കയ്യിലുണ്ട്. കണികകളെപ്പോലെ വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പോലെയുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തവും. ഈ 2 സിദ്ധാന്തങ്ങളും നമ്മൾ കാണുന്ന ലോകത്തെ വിശദീകരിക്കുന്നതിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ പ്ലാങ്ക് ലെങ്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന എല്ലാം തകരുന്നു. പ്രപഞ്ചം ഈ ചെറിയ അളവിൽ അതിൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിക്കുകയാണ് എന്നും അത് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുമാണ് എനിക്ക് തോന്നുന്നത്. ക്വാണ്ടം മെക്കാനിക്സിനെയും സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തെയും ഒരുമിപ്പിച്ച് ഒരു സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരാൻ പ്ലാങ്ക് ലെങ്തിനെക്കുറിച്ചുള്ള പഠനം സഹായിക്കുമെന്ന് ചില ശാസ്ത്രജ്ഞർ ശക്തമായി വിശ്വസിക്കുന്നു. ഇതിനെ പലപ്പോഴും യൂണിഫൈഡ് തിയറി അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്ന സിദ്ധാന്തം എന്ന് വിളിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിനെയും ഒരു ലളിതമായ ആശയത്തിൽ വിശദീകരിക്കാൻ കഴിഞ്ഞാലോ? പ്ലാങ്ക് ലെങ്ത് ഈ സിദ്ധാന്തത്തിൻ്റെ ഒരുപക്ഷെ താക്കോല് തന്നെയായിരിക്കണം. കാരണം ക്വാണ്ടം ലോകവും ഗുരുത്വാകർഷണ ലോകവും കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നതും അവയെ യൂണിഫൈ ചെയ്യാൻ കഴിയുന്നതും ഇവിടെയാണ്. എന്നാൽ ഇത്രയും ചെറിയ ഒന്നിനെ പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കണികകളുടെ കൂട്ടിയിടി ഉപയോഗിച്ചും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സഹായം വെച്ചും ഒക്കെ നോക്കിയിട്ട് പോലും പ്ലാങ്ക് ലെങ്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നേരിട്ട് അളക്കാനോ നിരീക്ഷിക്കാനോ കഴിയില്ല. ഇത് ഒരു ഗണിതശാസ്ത്ര സമവാക്യത്തിലും സിദ്ധാന്തത്തിലും മാത്രം നിലനിൽക്കുന്ന ഒരു അളവ് മാത്രമാണ്, അതും തൽക്കാലത്തേക്ക്. പ്ലാങ്ക് ലെങ്തുമായി ബന്ധപ്പെട്ട ഒരു കൗതുകകരമായ ആശയം ക്വാണ്ടം ഫോം എന്നറിയപ്പെടുന്നു. നിങ്ങൾ പ്ലാങ്ക് ലെങ്തിലേക്ക് സൂം ചെയ്യുകയാണെങ്കിൽ സ്ഥലം ഒരു മിനുസമായ പ്രതലമായിരിക്കില്ല. പകരം അത് ഊർജം നിറഞ്ഞ ഒരു കടൽ പോലെയായിരിക്കും. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഈ ക്വാണ്ടം ഫോം പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാന സ്വഭാവമായിരിക്കാം. സ്ഥലവും സമയവും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവായിരിക്കാം. എന്നാൽ പ്ലാങ്ക് ലെങ്ത് വളരെ ചെറുതായതിനാൽ നമുക്ക് ഈ ഫോമിനെ നേരിട്ട് കാണാനോ അത് യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാനോ കഴിയില്ല. ഇത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും കൗതുകകരമായ രഹസ്യങ്ങളിലൊന്നായി ഇന്നും തുടരുന്നു. പ്ലാങ്ക് ലെങ്തിനെ സ്ട്രിംഗ് തിയറിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരാശയം. സ്ട്രിംഗ് തിയറി പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗങ്ങൾ ക്വാർക്കുകളും ഇലക്ട്രോണുകളും പോലെയുള്ള കണികകൾ മാത്രമല്ല എന്നും മറിച്ച് ഊർജത്തിൻ്റെ ചെറിയ കമ്പനങ്ങളുള്ള തന്ത്രികളാണ് എന്നും പറയുന്നു. ഈ തന്ത്രികൾ വളരെ ചെറുതായതിനാൽ അവ പ്ലാങ്ക് ലെങ്തിൽ നിലനിൽക്കുന്നു. ഈ തന്ത്രികൾ അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങുകൾ എങ്ങനെ കമ്പനം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് നക്ഷത്രങ്ങൾ, ആറ്റങ്ങൾ, പ്രകാശം എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. സ്ട്രിംഗ് തിയറി ശരിയാണെങ്കിൽ പ്ലാങ്ക് ലെങ്ത് ഈ ചെറിയ സ്ട്രിങ്ങുകളുടെ വലിപ്പമായിരിക്കാം. ഇത് പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നും ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് പോലും കാണാൻ കഴിയാത്തത്രയും ചെറിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? പ്ലാങ്ക് ലെങ്ത് പ്രധാനമാണ്. കാരണം അത് നമ്മുടെ അറിവിൻ്റെ അളവിനെയും പരിധിയെയും പ്രതിനിധീകരിക്കുന്നു. പ്രപഞ്ചം നമ്മൾ കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത്. നമ്മൾ ലോകത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചെങ്കിലും ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ഏറ്റവും ചെറിയ അളവുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നത് അതിലൊന്നാണ്. പ്ലാങ്ക് ലെങ്ത് വളരെ വലിയ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്താണ് സ്ഥലം? എന്താണ് സമയം? അവ അനന്തമാണോ അതോ അവയ്ക്ക് പരിധിയുണ്ടോ? പ്ലാങ്ക് ലെങ്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ടെലിപ്പോർട്ടേഷൻ അല്ലെങ്കിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള സാങ്കേതിക വിദ്യയിലേക്ക് നമ്മളെ എത്തിക്കുമോ? ഈ ചോദ്യങ്ങൾ ശാസ്ത്രജ്ഞരെ കൂടുതൽ പര്യവേഷണം ചെയ്യാനും പരീക്ഷണങ്ങൾ നടത്താനും സ്വപ്നം കാണാനും പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിവിൻ്റെ അതിരുകളിലേക്ക് നിൽക്കുമ്പോൾ പ്രപഞ്ചം വിശാലവും അതേസമയം വളരെ ചെറുതുമാണെന്ന് പ്ലാങ്ക് ലെങ്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അറിവ് അവസാനിക്കുന്നതും ജിജ്ഞാസ ആരംഭിക്കുന്നതുമായ ഒരിടമാണിത്. ഭാവിയിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുമെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ ഒരു ദിവസം നമ്മൾ
പ്ലാങ്ക് ലെങ്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തി യാഥാർത്ഥ്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയേക്കാം. അതുവരെ പ്ലാങ്ക് ലെങ്ത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായി തുടരും, കണ്ടെത്തപ്പെടാനായി കാത്തിരിക്കുന്ന ഒരു പസിൽ കഷ്ണം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഒരു മലയാളം സയൻസ് ചാനലിന് എത്താവുന്ന ഒരു വലിയ നേട്ടത്തിലേക്കാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ JR സ്റ്റുഡിയോ സൈറ്റോക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനലിന് പിന്തുണ അർപ്പിച്ച, അതിനെ വിശ്വസിച്ച, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, കമൻറ്റ് ചെയ്യുന്ന, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അകമഴിഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്.